ഭീകരവാദത്തിന്റെ പ്രഭവ കേന്ദ്രമായ പാകിസ്ഥാനിൽ സ്ഥിതിഗതികൾ അതീവ ഗുരുതരമാകുന്നു. പഞ്ചാബ് പ്രവിശ്യയിലെ വിവിധ നഗരങ്ങളിൽ തന്ത്രപ്രധാനമായ കെട്ടിടങ്ങളും സർക്കാർ ഓഫീസുകളും തകർക്കാൻ പദ്ധതിയിട്ട 26 കൊടും ഭീകരരെ പാക് സുരക്ഷാ സേന പിടികൂടി. നിരോധിത സംഘടനകളായ തെഹ്രീക് താലിബാൻ പാകിസ്ഥാൻ, അൽ ഖ്വയ്ദ എന്നിവയിലെ സജീവ അംഗങ്ങളാണ് പിടിയിലായതെന്ന് പഞ്ചാബ് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിൽ 5 പേർ ആഗോളതലത്തിൽ തന്നെ തിരയുന്ന അതീവ അപകടകാരികളായ ഭീകരവാദികളാണെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. കഴിഞ്ഞ ഒരു മാസമായി പഞ്ചാബ് പ്രവിശ്യയിലെ വിവിധ ജില്ലകളിലായി നടന്ന 286ഓളം രഹസ്യാന്വേഷണ ഓപ്പറേഷനുകൾക്കൊടുവിലാണ് ഭീകരവാദത്തിന്റെ ഈ വലിയ ശൃംഖലയെ തകർക്കാൻ കൗണ്ടർ ടെററിസം ഡിപ്പാർട്ട്മെന്റിന് സാധിച്ചത്. പിടിയിലായവരിൽ നിന്നും വൻതോതിൽ ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും ചാവേർ ആക്രമണത്തിന് ഉപയോഗിക്കുന്ന വസ്തുക്കളും പിടിച്ചെടുത്തിട്ടുണ്ട്. ഭാരതത്തിനെതിരെ നിരന്തരം നിഴൽ യുദ്ധം നടത്താൻ ഭീകരരെ ആയുധമാക്കുന്ന പാകിസ്ഥാൻ ഇപ്പോൾ സ്വന്തം മണ്ണിൽ തന്നെ ഭീകരതയുടെ കയ്പ് നീർ കുടിക്കുകയാണെന്ന് പ്രതിരോധ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിൽ ഭാരതം അതിർത്തി സുരക്ഷ ശക്തമാക്കുകയും ഭീകരവാദത്തിന്റെ വേരുകൾ പിഴുതെറിയുകയും ചെയ്തപ്പോൾ പാകിസ്ഥാൻ ഇപ്പോഴും ഭീകരവാദികളെ വളർത്തുന്ന നയമാണ് സ്വീകരിക്കുന്നത്. എന്നാൽ പാക് ചാർ സംഘടനയായ ISI പോറ്റി വളർത്തിയ TTP പോലുള്ള സംഘടനകൾ ഇന്ന് പാക് ഭരണകൂടത്തിന് തന്നെ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. അൽ ഖ്വയ്ദയുടെ സാന്നിധ്യം പാകിസ്ഥാനിൽ ഇപ്പോഴും സജീവമാണെന്ന വാർത്ത ലോകരാജ്യങ്ങൾക്കിടയിൽ പാകിസ്ഥാന്റെ വിശ്വാസ്യത വീണ്ടും തകർക്കുന്നതാണ്. സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന പാകിസ്ഥാൻ ആഭ്യന്തര കലാപങ്ങളിലേക്കും ഭീകരാക്രമണങ്ങളിലേക്കും കൂപ്പുകുത്തുന്നത് ദക്ഷിണേഷ്യൻ മേഖലയുടെ സുരക്ഷയെ ബാധിക്കുമെന്ന ആശങ്കയും ഉയർന്നുണ്ട്. ലാഹോർ, റാവൽപിണ്ടി തുടങ്ങിയ പ്രധാന നഗരങ്ങളെ ലക്ഷ്യം വെച്ചായിരുന്നു പിടിയിലായ ഭീകരരുടെ നീക്കങ്ങൾ. മേഖലയിൽ സമാധാനം പുലരണമെങ്കിൽ പാകിസ്ഥാൻ തങ്ങളുടെ മണ്ണിലെ ഭീകരവാദ ക്യാമ്പുകൾ പൂർണ്ണമായും തുടച്ചു നീക്കണമെന്ന ഭാരതത്തിന്റെ ദശകങ്ങളായുള്ള ആവശ്യം ശരിവെക്കുന്നതാണ് ഈ പുതിയ സംഭവ വികാസങ്ങൾ. സ്വന്തം മണ്ണിൽ തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്ന പാകിസ്ഥാൻ നയം അവർക്ക് തന്നെ വിനയാകുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവാണ് ഈ കൂട്ട അറസ്റ്റ്. അതേസമയം ജമ്മു കാശ്മീരിലെ ദോഡ ജില്ലയിൽ ഭീകരർക്കെതിരായ നീക്കം ഊർജിതമാക്കി സുരക്ഷാ സേന. പാക് ഭീകരനും ജെയ്ഷെ മുഹമ്മദ് കമാൻഡറുമായ സൈഫുള്ളയെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് പാരിതോഷികവും സുരക്ഷയും വാഗ്ദാനം ചെയ്ത പോലീസ് ദോഡയിലുടനീളം പോസ്റ്ററുകൾ പതിപ്പിച്ചിട്ടുണ്ട്. ഗണപത് പാലം ഉൾപ്പെടെയുള്ള പ്രധാന പൊതുസ്ഥലങ്ങളിലും പോലീസ് ചെക്ക് പോസ്റ്റുകളിലുമാണ് സൈഫുള്ളയുടെ ചിത്രമടങ്ങിയ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. കഴിഞ്ഞ 2 വർഷമായി ദോഡ, കിഷ്ത്വാർ മേഖലയിലെ വനപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് സൈഫുള്ള സജീവമാണെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട്. പലതവണ സുരക്ഷാ സേനയുമായി ഇയാൾ നേർക്കുനേർ ഏറ്റുമുട്ടിയെങ്കിലും കാടിന്റെ മറപറ്റി രക്ഷപ്പെടുകയായിരുന്നു. എന്നാൽ സൈഫുള്ളയുടെ ഒപ്പമുണ്ടായ ഭൂരിഭാഗം ഭീകരരെയും സൈന്യം വധിച്ചു കഴിഞ്ഞു. ഇപ്പോൾ വിരലിലെണ്ണാവുന്ന സഹയാത്രികർ മാത്രമാണ് ഇയാൾക്കൊപ്പമുള്ളതെന്നാണ് സൂചനകൾ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.